ഇനി ജാഗ്രത. പി.സി. ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. ജാമ്യം ലഭിച്ചാൽ ഇന്ന് തന്നെ ജോർജിന് പുറത്തിറങ്ങാനാകും. ജാമ്യാപേക്ഷ തള്ളിയാൽ ജില്ലാ സെഷൻസ് കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. ഡോക്ടർമാരുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചാകും ജോർജ് ആശുപത്രി വിടുക. മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ കൂടുതൽ പരിശോധന നടത്താനും ആലോചനയുണ്ട്. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇന്ന് കോടതിയിൽ നിന്ന് ഒരു അനുകൂല തീരുമാനം തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? പി.സി. ജോർജിന്റെ ആരോഗ്യനില എങ്ങനെയാണിപ്പോൾ? തീർച്ചയായും ശ്രീജ, അങ്ങനെ ഒരു പ്രതീക്ഷ തന്നെയാണ് പൊതുവെ പങ്കുവയ്ക്കുന്നത്. പി.സി. ജോർജിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഒക്കെ അത്തരം സാധ്യതകളാണ് പറയുന്നത്. പ്രത്യേകിച്ച് 3 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. പോലീസിന്റെ ചോദ്യം ചെയ്യലും കസ്റ്റഡിയും എല്ലാം പൂർത്തിയായി. പോലീസ് ആവശ്യപ്പെട്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ജയിലിൽ കിടക്കേണ്ട സാഹചര്യമില്ല എന്ന വിലയിരുത്തൽ ഒരുപക്ഷെ കോടതി നടത്തിയേക്കാം. അങ്ങനെ ജാമ്യം കിട്ടാനാണ് സാധ്യത. മാത്രമല്ല അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയും ഗുരുതരമാണ്. അതായത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ആളാണ് എന്ന് കോടതി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ രേഖകളടക്കം കോടതിക്ക് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇനി ഏതെങ്കിലും കാരണവശാൽ ജാമ്യവ്യവസ്ഥ തള്ളിയാൽ മേൽക്കോടതിയെ സമീപിക്കും. എന്തായാലും നിലവിൽ ചികിത്സയിൽ തുടരുകയാണ് പി.സി. ജോർജ്. കൂടുതൽ പരിശോധനകൾ വേണം. അതായത് സ്ഥിരം അദ്ദേഹം ചികിത്സ തേടുന്നത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലും പാലായിലെ സ്വകാര്യ ആശുപത്രിയിലുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് അഥവാ ജാമ്യം കിട്ടിയാൽ തന്നെ അദ്ദേഹം അവിടെ നിന്ന് പുറത്തിറങ്ങി പാലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാനാണ് സാധ്യത ഉള്ളത്. എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ ഇന്നത്തെ പരിശോധന കൂടി, സീനിയർ ഡോക്ടർമാർ കുറച്ച് സമയം കൂടി കഴിഞ്ഞാലാണ് എത്തുക. ആ പരിശോധന എല്ലാം കഴിഞ്ഞ ശേഷമായിരിക്കും ഡിസ്ചാർജ് സംബന്ധിച്ചൊരു അന്തിമമായ വ്യക്തത വരിക. എന്തായാലും 11 മണിക്ക് ശേഷം ഏത് സമയവും കോടതി ഈ കേസ് ജാമ്യാപേക്ഷ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ ഒരുപക്ഷെ ജോർജിന് സ്വീകരണം അടക്കമുള്ള പരിപാടികളും ബി.ജെ.പിയും പി.സി. ജോർജ് അനുകൂലികളും ഒക്കെ ആലോചിക്കുന്നുണ്ട്. ശ്രീജ. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. വിവാദം സൃഷ്ടിച്ച മൈസൂർ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിന്റെ കൊലപാതക കേസിൽ വിധി എന്ന് വരുമെന്ന് ഇന്നറിയാം. മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതി 1 1 വർഷത്തോളം നീണ്ട വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞയാഴ്ച പൂർത്തിയായിരുന്നു. CV അനുമോദ് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. അനുമോദ്, ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മൃതദേഹം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അപ്പോൾ ശാസ്ത്രീയമായ പരിശോധനാ ഫലങ്ങൾ വേണം. എന്താണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്? ശ്രീജ, കേരളത്തിൽ അത്യപൂർവമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധനകളിലൂടെ ഒരു കേസ് കോടതിയുടെ മുമ്പിലെത്തി എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട തെളിവ്. ഇതിൽ തെളിവായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് ഷാബാസ് ഷെരീഫിന്റെ തലമുടിയുടെ മൈറ്റോകോൺട്രിയ ഫലമാണ്. ഇതാണ് മരിച്ചത് ഷാബാസ് ഷെരീഫാണ് എന്ന് തെളിയിക്കുവാൻ പോലീസിന് മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ്. ഒരാളെ കൊന്ന് കഷ്ണമാക്കി നുറുക്കി ഒരു തെളിവും ശേഷിക്കാതെ പുഴയിൽ വലിച്ചെറിഞ്ഞ് ആ വിവരം 1 വർഷത്തിന് ശേഷം ആണ് പുറം ലോകം തന്നെ അറിഞ്ഞത്. അപ്പോൾ വർഷങ്ങളോളം നീണ്ട ഒരു കുറ്റകൃത്യം ഇവിടെ നടന്നു. ഒരാളെ ബന്ദിയാക്കി അതിക്രൂര പീഡനങ്ങൾക്ക് വിധേയമാക്കി, നമ്മൾ ഒരിക്കലും കേട്ടുകേൾവി പോലുമില്ലാത്ത രീതിയിൽ അയാളെ ക്രൂരമായി കൊന്ന് കഷ്ണമാക്കി മുറിച്ച് ചാലിയാറിൽ തള്ളി, അങ്ങനെ ഒരു കുറ്റകൃത്യം തന്നെ നടന്നതായിട്ട് പുറം ലോകം തന്നെ അറിയാത്ത ഒരു തരത്തിലേക്ക് സാഹചര്യങ്ങളുണ്ടായി. ഈ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായിട്ടുള്ള ഇതിൽ 7ാം പ്രതിയായിട്ടുള്ള നൌഷാദിന്റെ വെളിപ്പെടുത്തലാണ് ആ കേസ് പുറത്തു വരാൻ തന്നെ കാരണമായത്. ഇയാളെ മാപ്പുസാക്ഷിയാക്കിയിട്ടുണ്ട്. നിലവിൽ ഷാബാസ് ഷെരീഫിനെ കൊണ്ടുവന്ന് കൊന്നു കുഴിച്ചിട്ടത് ഒറ്റമൂലിയുടെ രഹസ്യം പറയാത്തതുകൊണ്ടാണ് എന്നാണ് കേസ് ഉള്ളത്. ഷൈബിൻ അഷ്റഫും അതുപോലെ തന്നെ 13 പ്രതികളും ഇതിൽ ഇപ്പോൾ വിചാരണ പൂർത്തിയായി. കേസിൽ ഒരു പ്രതിയെ ഇനിയും പിടികൂടാനുണ്ട്. മറ്റൊരു പ്രതി ഈ വിചാരണയ്ക്കിടെ പിടികിട്ടാപ്പുള്ളിയായിരിക്കെ തന്നെ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളുമാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത്. ഈ ഷാബാസ് ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്ന സംഘത്തെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളിൽ ഏറ്റവും നിർണായകം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൈറ്റോകോൺട്രിയ DNA പരിശോധനാ ഫലവും മറ്റുമാണ്. അതിൽ ഈ പ്രതികൾക്ക്
മുൻപ് സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു കൃത്യം ചെയ്തത് എന്നുള്ള തരത്തിലാണ് വാദം ഉള്ളത്. എന്നാൽ മറുവശത്ത് 7ാം പ്രതി ആയിട്ടുള്ള ഇപ്പോൾ കേസിൽ മാപ്പുസാക്ഷിയായിട്ടുള്ള നൌഷാദ് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി കള്ളക്കഥ പറയുകയാണ് എന്ന നിലപാടാണ് പ്രതിഭാഗം കോടതിയിൽ സ്വീകരിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും കേസ് വളരെ ഈ കേരളത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായിട്ട് ഇത് മാറുന്നത് ഈ കേസിന്റെ ഒരു ചരിത്രവും അതിന്റെ സ്വഭാവവും അതിന്റെ ഇപ്പോൾ അത് ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളുടെ പ്രാധാന്യവും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. വിചാരണ പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് എന്നായിരിക്കും കേസിൽ വിധി പറയുക എന്ന കാര്യത്തിൽ ഒരു അന്തിമ ചിത്രം വ്യക്തമാകും. മാർച്ച് 3-നകം വിധി പറയാൻ ആണ് കോടതിക്ക് ലഭിച്ച നിർദ്ദേശമെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 ദിവസത്തിനകം തന്നെ ഈ കേസിൽ വിധി പ്രസ്താവം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ശരി, സി വി അനുമോദാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്. കേരളത്തിലെ ഒരു കുറ്റ ചരിത്രമൊക്കെ നോക്കിയാൽ അതിൽ അത്യപൂർവമായ ഒരു കേസാണ് ഈ ഷാബ ഷെരീഫിൻ്റേത്. വെള്ളനാട് 10 വയസ്സുകാരി തൂങ്ങിമരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് പിതാവ്. അമ്മയ്ക്കൊപ്പം താമസിച്ചിരുന്ന പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസമാണ് ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദമ്പതികൾ വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. എൻ്റെ മകൾ മരിച്ചത് എനിക്ക് ഉള്ളിലിരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഞാനും ഭാര്യയായിട്ട് പിണങ്ങി താമസിക്കുകയാണ്. പക്ഷെ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഈ സ്വരൂ എന്ന് പറയുന്ന വ്യക്തി അവിടെ വരല്ലേ. എൻ്റെ മക്കളെ നല്ല വൃത്തി നോക്കുമെന്ന് പറഞ്ഞാണ് കൊണ്ടുപോയിരുന്നത്. പക്ഷെ എൻ്റെ മക്കളിൽ ഒരാൾ പോയി. എൻ്റെ മക്കളെ നല്ല വൃത്തി നോക്കും എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. എന്നിട്ട് പോലും എൻ്റെ മക്കളെ കാണാൻ ഞാൻ പോയിട്ടില്ല. ഏകദേശം 1 വർഷത്തിൽ കൂടുതലായി എൻ്റെ മക്കളെ കണ്ടിട്ട്. ഞാൻ ഇതുവരെ എൻ്റെ മക്കളെ കാണാൻ പോയപ്പോഴാണ് കേസ് കൊടുത്തത്. എൻ്റെ കേസെല്ലാം ഈ സ്വരൂപം സിമിയും ബാക്കിയുള്ളവർ ചെയ്തിരിക്കുന്നത്. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു. വിനോദ്, 10 വയസ്സുള്ള ഒരു കുഞ്ഞാണ് മരിച്ചത്. അത് ആത്മഹത്യയാണോ, എന്താണ് സംഭവിച്ചതെന്നൊക്കെ അറിയേണ്ടതുണ്ട്. പക്ഷേ അച്ഛൻ ആർക്കെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത്? എന്താണ് ആ ആരോപണത്തിന്റെ പശ്ചാത്തലം? ശ്രീജ, കഴിഞ്ഞ ദിവസമാണ് വെള്ളനാട് 10 വയസ്സുകാരിയെ വീട്ടിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അവിടുത്തെ ഒരു സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ മരണത്തിൽ ദുരൂഹത ആരോപിക്കുകയാണ് കുട്ടിയുടെ പിതാവ്. മാതാപിതാക്കൾ പിരിഞ്ഞ് കഴിയുകയാണ്. 1 വർഷമായി കുട്ടികളെ, ഈ മരിച്ച കുട്ടിയുടെ അനുജത്തി ഒരു കുഞ്ഞു കൂടിയുണ്ട്. ഈ 2 കുഞ്ഞുങ്ങളെയും കാണാൻ കഴിയുന്നില്ല, കാണാൻ സമ്മതിക്കുന്നില്ല എന്നാണ് പിതാവ് പറയുന്നത്. മാത്രമല്ല, മാതാവിന് മറ്റൊരാളുമായി അടുപ്പമുണ്ടായിരുന്നു. അയാൾ ആ വീട്ടിൽ വരുന്നതിനെ താൻ എതിർത്തിരുന്നു എന്ന കാര്യമൊക്കെ പിതാവ് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ കുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിൽ ഒരു വിശദീകരണം വരുന്നത്, നേരത്തെ ചില വിവരങ്ങൾ വന്നത്, ഈ 2 കുഞ്ഞുങ്ങളും പേനയ്ക്ക് വേണ്ടി ഒരു തർക്കമുണ്ടായി. ഇളയ കുഞ്ഞിന്റെ കയ്യിലാണ് പേന ഇരുന്നത്. ആ പേന ഇളയ കുഞ്ഞിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വീട്ടുകാർ പറയുകയും ഇതിൽ വിഷമിച്ച് പെൺകുട്ടി തൂങ്ങി മരിച്ചു എന്നുമാണ് പറയുന്നത്, ചില വിവരങ്ങൾ വന്നത്. പക്ഷേ ഇത് പിതാവ് തള്ളിക്കളയുകയാണ്. തന്റെ മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നാരോപിച്ചാണ് ആര്യനാട് പോലീസിന് പരാതി നൽകിയിട്ടുള്ളത്. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയും ചെയ്യുന്നു. ശ്രീക വിനോദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. തൊടുപുഴയിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിക്ക് നേരെ അതിക്രമം കാട്ടി യുവാവിനെ പിടികൂടിയത് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച്. കഴിഞ്ഞ ദിവസമാണ് നടു റോഡിൽ പെൺകുട്ടിക്ക് നേരെ അതിക്രമം ഉണ്ടായത്. മൂവാറ്റുപുഴ സ്വദേശി നസീബാണ് പിടിയിലായത്. പകൽ തൊടുപുഴയിലാണ് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥിനിയെ നസീബ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. സ്കൂട്ടർ തടഞ്ഞു നിർത്തിയായിരുന്നു പീഡന ശ്രമം. സുഹൃത്തിനെ ബസ് കയറ്റിവിട്ട ശേഷം താമസ സ്ഥലത്തേക്ക് മടങ്ങുകയായിരുന്നു വിദ്യാർത്ഥിനി. ഈ സമയത്താണ് നസീബിന്റെ ആക്രമണമുണ്ടായത്. വിദ്യാർത്ഥിനിയെ പിന്തുടർന്നെത്തിയ ഇയാൾ കാഞ്ഞിരമറ്റത്ത് വെച്ച് വാഹനം തടഞ്ഞ ശേഷം പെൺകുട്ടിയെ കടന്നു പിടിക്കുകയായിരുന്നു. ബഹളം കേട്ട് നാട്ടുകാരെത്തിയതോടെ നസീബ് സ്കൂട്ടറിൽ രക്ഷപ്പെട്ടു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതി കുടുങ്ങിയത്. സ്കൂട്ടറിൽ പോകുന്ന സമയത്ത് സ്കൂട്ടറിൽ അതുപോലെ തന്നെ മറ്റു സ്കൂട്ടറിൽ പുറകെ വന്ന ഒരു ചെറുപ്പക്കാരൻ തടഞ്ഞു നിർത്തി, ദേഹത്തെന്തോ ഇരിക്കുന്നു എന്നുള്ള രീതിയിൽ എന്നെ തടഞ്ഞു നിർത്തുകയും പെട്ടെന്ന് വണ്ടി നിർത്തിയ പെൺകുട്ടിയെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുകയും അതുപോലെ മോശമായിട്ടുള്ള ചെയ്യുകയും ചെയ്തു. അത് പ്രകാരം പോലീസ് കേസെടുത്ത് 4 ദിവസത്തെ അന്വേഷണത്തിനൊടുവിൽ പ്രതിനെ നമുക്ക് ഇടപെട്ടി ഭാഗത്തുനിന്ന്. പെൺകുട്ടിയെ ഉപദ്രവിക്കാനായി നസീബ് എത്തിയ സ്കൂട്ടറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു.
സ്ത്രീത്വത്തെ അപമാനിക്കൽ, ആക്രമണം തുടങ്ങിയ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മുൻപ് ഏതെങ്കിലും കേസിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട്ട് നിയമ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇനിയും ദുരൂഹത നീങ്ങിയിട്ടില്ല. ആൺ സുഹൃത്ത് കെണിയിൽപ്പെടുത്തിയതാണ് പെൺകുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. സമഗ്ര അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെടുകയാണ്. കേസിൽ കോവൂർ സ്വദേശിയായ യുവാവിനായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 15-നാണ് മൗസ തൃശൂരിലെ വീട്ടിൽ ഒടുവിലെത്തിയത്. 17-ന് മടങ്ങി. പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉള്ളതായി സൂചന ലഭിച്ചില്ല. മൗസ മരിച്ചതിന്റെ തലേ ദിവസം പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും അമ്മയ്ക്ക് കോൾ വന്നു. സുഹൃത്തെന്ന് പരിചയപ്പെടുത്തിയാൽ വിവാഹിതനും കുട്ടികളുടെ പിതാവാണെന്നും അറിയിച്ചു. യുവാവിന്റെ കോളിന് പിന്നാലെ കുടുംബം മൗസയെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ ഓഫ് ആയിരുന്നു. പിന്നീട് മറ്റൊരു ഫോണിൽ നിന്നും അച്ഛനെ വിളിച്ച് ഫോൺ തകരാറിലാണെന്നും നന്നാക്കിയ ശേഷം തിരികെ വിളിക്കാമെന്നും അറിയിച്ചു. കഴിഞ്ഞ 15-ാം തീയതി വന്ന് 17-ാം തീയതി വളരെ ഹാപ്പി ആയിട്ട് യാതൊരു പ്രശ്നങ്ങളില്ലാണ്ട് വളരെ ഹാപ്പി ആയിട്ട് പോയ കുട്ടിയാണ്. എൻ്റെ വീട്ടിൽ യാതൊരു വിഷമങ്ങളോ ഒരു പ്രയാസങ്ങളോ ഒരു കാര്യത്തിലും ഈ കുട്ടിക്ക് ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അവിടെ തന്നെ കഴിഞ്ഞ മാസം പഠിച്ച് ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് വരെ പാസ്സായ കുട്ടിയാണ്. അടുത്ത മാർച്ചിൽ ഇൻ്റേൺഷിപ്പിൽ എറണാകുളം ഹൈക്കോടതി ഇൻ്റേൺഷിപ്പിൽ പോകണമെന്ന് പറഞ്ഞ കുട്ടിയാണ്. പിന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കൊന്നും പറയാനില്ല. വ്യക്തമായ ഇടപെടൽ അതിലൂടെ ഉണ്ടായിരുന്നു. അമ്മയുമായുള്ള കോൾ റെക്കോർഡ് ചെയ്ത് യുവാവ് മൗസയ്ക്ക് അയച്ചു കൊടുത്തതായാണ് സൂചന. ബന്ധം അമ്മ അറിഞ്ഞത് മൗസയ്ക്ക് വലിയ ആഘാതമായി. ഇതിനെ ചൊല്ലി ഇരുവരും വഴക്കിടുകയും ചെയ്തു. ഇയാൾ വിവാഹിതനും കുട്ടികളുടെ പിതാവാണെന്നതും ഞെട്ടിച്ചു. ഇതേ ചൊല്ലിയും വാക്കേറ്റമുണ്ടായി. തുടർന്ന് താമസ സ്ഥലത്തെത്തിയ ഇയാൾ ഫോൺ എടുത്തുകൊണ്ടു പോവുകയായിരുന്നു. രാവിലെ കോളേജിൽ പോയ മൗസ വീട്ടിൽ തിരിച്ചെത്തി ജീവനൊടുക്കി. യുവാവുമായി അടുത്തതോടെ മറ്റു സുഹൃത്തുക്കളുമായി മൗസ അകന്നതായി പാർട്ട് ടൈം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമ പറഞ്ഞു. യുവാവിന്റെ കാറിൽ പലപ്പോഴും കണ്ടിരുന്നു. വലിയ സമ്മർദ്ദത്തെ തുടർന്നാണ് മൗസ ജീവനൊടുക്കിയതെന്ന് കരുതുന്നതായും സുഹൃത്ത് പറയുന്നു. വലിയൊരു പ്രഷർ ഇതിന്റെ ബാക്കിലുണ്ടാവും, വലിയ രീതിയിൽ. അല്ലെങ്കിൽ ഇവർ ഒരിക്കലും അങ്ങനെ ചെയ്യൂല. കല്യാണമായിട്ട് ബന്ധപ്പെട്ട ആളാണ്, രണ്ടാമത് ഇവളായിട്ട് സൗഹൃദം സ്ഥാപിച്ചെന്നുള്ളത്. ഒരു പ്രഷർ ഇല്ലാതെ കുട്ടി വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം അതിന്റെ ബാക്കിലുണ്ടാവും. സുഹൃത്ത് വിവാഹിതനും കുട്ടികളുടെ പിതാവുമാണെന്ന് കഴിഞ്ഞ ദിവസമാണ് മൗസ മനസ്സിലാക്കിയത്. ഇതാണ് ആത്മഹത്യയിലേക്ക് നയിക്കാൻ കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. ഇയാൾ ഒളിവിലാണ്. ന്യൂസ് 18 കോഴിക്കോട്. കൊട്ടാരക്കരയിൽ ബാറിൽ സംഘർഷമുണ്ടാക്കിയ 3 ജീവനക്കാർ അറസ്റ്റിൽ. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. കൊട്ടാരക്കര ഇഞ്ചക്കാട് പ്രവർത്തിക്കുന്ന ബാറിലാണ് സംഘർഷമുണ്ടായത്. കൊട്ടാരക്കര ഇഞ്ചക്കാട് പ്രവർത്തിക്കുന്ന ബാറിന് മുന്നിൽ നടന്ന സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണിത്. ശ്യാം, ജോസ് എന്നീ ജീവനക്കാർ തമ്മിലുള്ള തർക്കമാണ് കൂട്ടയടിയിൽ കലാശിച്ചത്. സംഭവത്തിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: ശ്യാമും ജോസും ഹൗസ് കീപ്പിംഗ് സെക്ഷനിലെ ജീവനക്കാരാണ്. ഇവർ തമ്മിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ മുൻപേ തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം 2 പേരുടെയും തർക്കം അതിരുവിട്ടതോടെ കയ്യാങ്കളിയിലെത്തുകയായിരുന്നു. ജോസിന്റെ ബന്ധുക്കളായ 2 പേർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇവരും ഓടിയെത്തി ശ്യാമിനെ മർദ്ദിച്ചു. താക്കോൽ കൊണ്ട് മർദ്ദിക്കുകയും മുഖത്ത് മുറിവേൽപ്പിക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ 3 പേരെ കൊട്ടാരക്കര പോലീസ് പിടികൂടി. പിടിയിലായവരും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മർദ്ദന ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൊട്ടാരക്കര പോലീസ് കേസെടുത്തത്. ന്യൂസ് 18 കൊട്ടാരക്കര.
വടക്കാഞ്ചേരിയിൽ രാത്രിയിൽ സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കം യുവാവിന്റെ ജീവനെടുത്തു. വാക്കേറ്റത്തെ തുടർന്നാണ് വടക്കാഞ്ചേരി സ്വദേശി സേവ്യറിനെ കൊലപ്പെടുത്തിയത്. സേവ്യറിനൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അനീഷിനും കുത്തേറ്റു. ഇവരുടെ തന്നെ സുഹൃത്ത് വിഷ്ണുവാണ് കൊല നടത്തിയതെന്നാണ് വിവരം. ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ സേവ്യറും അനീഷും വടക്കാഞ്ചേരി പഴയ ഗേറ്റിന് സമീപമുള്ള വിഷ്ണുവിന്റെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. സേവ്യറും അനീഷും ചേർന്ന് വിഷ്ണുവിനെ വീടിന് പുറത്ത് വിളിച്ചിറക്കിയതിനെ തുടർന്ന് മൂവരും തമ്മിൽ വാക്കുതർക്കമായി. ഇതിനിടെ വിഷ്ണു കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് സേവ്യറിനെയും അനീഷിനെയും ആക്രമിക്കുകയായിരുന്നു. സേവ്യറിന്റെ നെഞ്ചിലും വയറിലും ഗുരുതരമായി പരിക്കേറ്റു. രണ്ടുപേരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാവിലെ സേവ്യർ മരിക്കുകയായിരുന്നു. അനീഷിന് കഴുത്തിലും തലയിലും കൈയിലും മുറിവുണ്ട്. സേവ്യർ കെട്ടിട നിർമ്മാണ കരാറുകാരനും അനീഷ് പെയിന്റിംഗ് പണിക്കാരനുമാണ്. പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിലുള്ള 32-കാരനായ വിഷ്ണു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഒളിവിലുള്ള പ്രതിക്കായി അന്വേഷണം തുടങ്ങി. മൂവരും സുഹൃത്തുക്കളായിരുന്നെന്നാണ് വിവരം. കൊലപാതകത്തിന്റെ കാരണം സംബന്ധിച്ചും പോലീസ് അന്വേഷണം നടത്തിവരുന്നു. ന്യൂസ് 18 തൃശൂർ.